UDF തരംഗത്തിലും തിരുവനന്തപുരം നഗരഭരണം ഉൾപ്പെടെ പിടിച്ച് BJP സംസ്ഥാനത്തെ സാന്നിധ്യം ശക്തമാക്കി. 2 മുനിസിപ്പാലിറ്റികളിലും 26 ഗ്രാമപഞ്ചായത്തുകളിലും അധികാരം പിടിച്ച BJP മുന്നണിക്ക് ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രതിനിധികളുണ്ട്. വിജയത്തിളക്കത്തിനിടയിലും പന്തളം മുനിസിപ്പാലിറ്റി ഭരണം കൈവിട്ടത് BJPക്ക് തിരിച്ചടിയായി. തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടെടുപ്പ് നടന്ന 100 വാർഡുകളിൽ 50 സീറ്റ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്തി. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തു. 26 ഗ്രാമപഞ്ചായത്തുകൾ അധികാരം. മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലെ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രാതിനിധ്യം. ഇതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക അവലോകനത്തിൽ തെളിയുന്ന BJPയുടെ നേട്ടം. രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ BJPയുടെ ഈ നേട്ടം ചെറുതാണെങ്കിലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കിടയിൽ കിടന്ന് ഞെരുങ്ങിയിരുന്ന BJP അതിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ചിത്രത്തിൽ BJP തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചുവെന്ന് വിളിച്ചു പറയുന്നതാണ് ഈ വിജയം. നിർണായക ശക്തിയായി വളരുന്ന പാർട്ടി എന്ന പ്രതിച്ഛായയിലേക്ക് BJP കേരളത്തിൽ മാറുകയാണ്. സംസ്ഥാന വ്യാപകമായി ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരത്തിന്റെ ഓഹരി തങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ BJPക്കും കിട്ടി. ഇടത് വലത് മുന്നണികളെ മാത്രം പരീക്ഷിച്ചിരുന്ന കേരളത്തിലെ വോട്ടർമാർക്ക് BJPയോടുള്ള തൊട്ടുകൂടായ്മ പതിയെ ഇല്ലാതാവുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. മാറ്റത്തിന് വോട്ട് എന്ന BJPയുടെ മുദ്രാവാക്യം കേരളത്തിൽ ചലനമുണ്ടാക്കുന്നു എന്നതും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ആത്മഹത്യാ വിവാദവും സീറ്റ് തർക്കങ്ങളും മറികടന്നാണ് BJP മുന്നണി തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. പ്രതികൂലമാകുമെന്ന് കരുതപ്പെട്ടിരുന്ന പ്രശ്നങ്ങളെ മറികടന്ന് BJP മുന്നോട്ട് വന്നത് കേരള രാഷ്ട്രീയത്തിലെ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.